are going to our entertainment. Hello guys. Video. Hi guys, welcome back to my channel. എന്താ ഇത് വെൽക്കോ ഇത് മെൽക്കോ ആണ്. ഓഹോ അങ്ങനെയും വായിക്കാമോ? ഹായ് ഗൈസ്, അപ്പോൾ കുറച്ച് നാൾക്ക് ശേഷം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഉച്ചയിൽ ഉച്ചവെയിലും കൊണ്ട് നിൽക്കുന്നത് ഒരു ഡീപ്പ് ക്ലീനിങ് വർക്കിനാണ് ഗൈസ്. ചുരുക്കം പറഞ്ഞാൽ കിണറപ്പ് അഥവാ ടാങ്ക് ക്ലീൻ എന്നൊക്കെ പറയാം. കുറച്ച് മോഡേണായിട്ട് പറഞ്ഞാണ് ഗൈസ്. അപ്പം നമ്മൾ ടാങ്ക് ക്ലീൻ ചെയ്ത് നമ്മുടെ അനിൽബ്രോ നമ്മളോട് വീഡിയോ ചെയ്യുന്ന പയ്യനാണ്. അങ്ങനെ നമ്മൾ താഴെ വന്നപ്പോഴത്തേക്കും നമ്മുടെ കൂട്ടത്തിലെ പ്ലംബറും ഇലക്ട്രീഷ്യനും കൂടിയായ ശംഭു ബ്രോ അഥവാ ആകാശ് മടങ്കാവ് കാര്യമായിട്ട് എന്തോ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ അനിൽബ്രോയുടെ തിങ് ബ്രദറാണ്. ഇവരൊക്കെ നമ്മളോട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഗൈസ് നമ്മൾ പച്ചവെട്ടിൽ പ്രശ്നേഷിൻ്റെ കൂട്ട് ഡീപ്പ് ക്ലീൻ ചെയ്യേണ്ട കിണർ. അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട് ഗൈസ്. ഇവർ മൂന്നെന്തിനാണ് നോക്കിയിരിക്കുന്നതെന്ന് ഞാൻ അവസാനം പറയാം. അങ്ങനെ നമുക്ക് വെള്ളം അടിക്കാനുള്ള സാധനമായിട്ട് അനിൽബ്രോ വന്നിട്ടുണ്ട്. അങ്ങനെ ടാങ്കിൽ വെള്ളം കയറുന്ന സമയത്തിന് അവിടുത്തെ അമ്മ നമുക്ക് ചായ കൊണ്ടു തന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ പഴയ കാല നൊസ്റ്റാൾജിയ കിണറപ്പിനെ കുറിച്ചുള്ള നൊസ്റ്റാൾജിയൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. ഇതാണ് ഗൈസ് നമ്മുടെ ടൂള്. തൊണ്ടെന്നൊക്കെ പറയും, നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുന്ന കമൻറ്റ് ഉണ്ട്. അങ്ങനെ ഞങ്ങളുടെ വെളിപ്പടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ കിണറ്റിലേക്ക് നോക്കിയപ്പം ടാങ്കിൽ വെള്ളം കയറുന്നതനുസരിച്ച് കിണറ്റിലെ വെള്ളം കുറഞ്ഞിട്ടുണ്ട്. വെള്ളം കയറുന്നതനുസരിച്ച് നല്ല ഊറ്റുണ്ട്. ഈ ഊറ്റെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ കൊല്ലം സൈഡുകളിൽ വെള്ളം ഊർന്നു വരുന്നതാണ് ഊറ്റെന്ന് പറയുന്നതും. ഞങ്ങളുടെ കോസ്റ്റ്യൂമൊക്കെ മാറി കിണറ്റിൽ ഇറങ്ങാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സൈഡിൽ ക്ലീനിങ് തുടങ്ങിയിട്ടുണ്ട്. ശംഭു ബ്രോ ആണ് ഇതിൻ്റെയൊക്കെ ഹെഡ്. ശംഭു ബ്രോ ആണ് ക്ലീൻ ചെയ്യുന്നത്. ഞങ്ങളുടെ ടൂൾസായ തൊണ്ട് കിണറ്റിലേക്ക് ഇട്ടിട്ടുണ്ട് അനിൽ ബ്രോ. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ ഒരുവിധം കിണറ്റിൻ്റെ ലുക്കാണ് ഗൈസ് നിങ്ങൾ ഈ കാണുന്നത്. ജയ് ജവാൻ. അങ്ങനെ ഫൈനലി നമ്മുടെ ഡീപ്പ് ക്ലീൻ കഴിഞ്ഞ് കിണറിനെ നമ്മൾ ജയിലിനകത്ത് വീണ്ടും ആക്കിയിട്ടുണ്ട്. ഇവന്മാർ ഈ അയ്യം മൊത്തം നടക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞില്ല, ഇവന്മാർ മൂന്ന് നോക്കിയിരിക്കുന്ന കാര്യം കണ്ട. അവൻ ചൂണ്ടി കാണിച്ചോലെ നോക്കിയിരുന്നത് ഈ മാങ്ങ എറിഞ്ഞിട്ടാണ് ഗൈസ്. മാങ്ങ സ്കെച്ച് ചെയ്ത് വെച്ചിരുന്നതാണ്. അങ്ങനെ കിണറപ്പൊക്കെ കഴിഞ്ഞ് അവന്മാർ മാങ്ങ എറിഞ്ഞിടാൻ വേണ്ടി ഇരിക്കണം. ആയത്തേറ് പാടിയിട്ടുണ്ട്. അപ്പോൾ അനിയൻ അടുത്ത കമ്പോട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഭാഗ്യം അവൻ ഒന്നുമില്ലാത്തതുകൊണ്ട് അതും കൊണ്ടില്ല. മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തേക്കാൾ ഭയങ്കരമായിരുന്നു. Finally, we are going to our entertainment and മാങ്ങ. അപ്പോൾ ശരി, ഓക്കെ ബൈ, ടാറ്റ. അയ്യോ ഒരു കാര്യം പറഞ്ഞു, ഞങ്ങൾ എറിഞ്ഞിട്ട മാങ്ങ കാണിച്ചില്ല. രണ്ട് കേസ് ഒരു കവർ മാങ്ങ. ഓക്കെ ബൈ. എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.